ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ 7-ാം ദിനത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ ഇന്നും പോകുന്നത്. സിനിമ ഇതിനോടകം തന്നെ 50 കോടി ഒഫീഷ്യൽ ക്ലബ്ബിൽ ഒഫീഷ്യലായിട്ട് കളക്ഷൻ വന്നുകയും ചെയ്തു. ഇപ്പോൾ 2 ദിവസങ്ങൾ പിന്നിടുകയാണ് 50 കോടി കഴിഞ്ഞിട്ട്. ഇന്നത്തോടുകൂടി സിനിമ 65 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മളുടെ സബ്സ്ക്രിപ്ഷനും ഒന്ന് പരിഗണിക്കണം. അതായത് 50,000 സബ്സ്ക്രൈബേഴ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സഹകരണം മാത്രമാണ് അതിന് മുന്നോട്ടുള്ള ഒരു കുതിപ്പ് നൽകാൻ കഴിയുന്നത്. ഇന്ന് 790ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,09,000-ഓളം ആളുകളാണ് സിനിമ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 52% ഇന്ന് ഓക്യുപ്പൻസി. ഇന്ന് സാധാരണ ദിവസത്തേക്കാൾ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്മസ് കഴിഞ്ഞ ദിനമാണ്. എല്ലാ സിനിമകൾക്കും ഇങ്ങനെ ഒരു ഇടിവ് കാണാൻ കഴിയുന്നുണ്ട് ട്രാക്കിംഗ് കളക്ഷനിലും നമ്മൾ നോക്കുമ്പോൾ. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്ന കളക്ഷൻ 1,66,00,000 രൂപയോളമാണ്. അതായത് ഇന്ന് ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്ന ട്രാക്കേഴ്സ് മുഖാന്തരം പ്രതീക്ഷിക്കുന്ന കളക്ഷൻ 2,13,00,000 രൂപയോളമാണ്. ഏറെക്കുറെ 3 കോടിയോളമായിരിക്കും ഇന്നത്തെയും കളക്ഷൻ. ഇന്നലെ 3 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ വന്നെങ്കിൽ ഇന്നൊരു ഇടിവുണ്ട്. ഏകദേശം 25%-ഓളമുള്ള ഇടിവാണ്. സ്വാഭാവികം മാത്രമാണ് ആ ഒരു ഇടിവ്. അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിനം വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും ശനി ഞായറിൽ ബുക്കിംഗ് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഇതുവരെ ലഭ്യമായ ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ മൊത്തത്തിൽ പറയുന്നത് 22.60 കോടിയാണ് കേരള കളക്ഷനായിട്ട് വന്നത്. അതായത് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 26 കോടിക്ക് മുകളിലേക്ക് എത്തി. അതായത് 25 കോടി കവർ ചെയ്തിരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് മാർക്കോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മലയാളത്തിന് ഒരു ആക്ഷൻ ഹീറോയുടെ ആവശ്യം ഉണ്ട് എന്നുള്ള ആ ഒരു പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാകുന്നു. ഒരുപാട് നാളുകളായി. 2005-നോ 2010-നോ ശേഷം അങ്ങനെ ഒരു പോസ്റ്റ് ഫില്ല് ചെയ്തിട്ടില്ല. ഒരുപാട് പേർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഉണ്ണി മുകുന്ദൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്: മലയാളം കണ്ട മികച്ച ഒരു ആക്ഷൻ ഹീറോയിലേക്ക് വീണ്ടും ഉണ്ണി മുകുന്ദനെ പ്രതിഷ്ഠിക്കാമെന്നുള്ളത്. ഈ സിനിമ അതിഗംഭീരമായിട്ടുള്ള വയലൻസും കാര്യങ്ങളുമായി 18+ ആയിട്ട് വരുന്ന ഈ ഒരു സിനിമ ഇന്ന് തരംഗമായി മാറുകയാണ്. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. അന്യഭാഷയിലുൾപ്പെടെ വലിയ ഡിമാൻഡുകളാവുന്നു. വമ്പൻ തുകയ്ക്ക് അവിടെ റൈറ്റ്സ് വിറ്റുപോകുന്നു. എന്തായാലും ഈ സിനിമ ഇന്നത്തോടുകൂടി 65 കോടി കഴിയുകയാണ്. നാളെ നമ്മൾ അല്ലെങ്കിൽ ശനി ഞായറൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 80 കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത്. ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് കമൻസിലൂടെ രേഖപ്പെടുത്താം. പലതവണ കണ്ടവർക്കാണെങ്കിൽ അവർക്ക് കമൻസുകൾ ഒന്നും പറയാം. അതല്ല, കണ്ടിട്ടില്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ സിനിമ കാണുമെന്നുള്ളതും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.